വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മൂവാറ്റുപുഴയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. മുതിർന്ന നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള വി ഡി സതീശന്റെ മോഹം വിലപ്പോകില്ലെന്നെഴുതിയ പോസ്റ്ററാണ് വെള്ളോർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രത്യക്ഷപ്പെട്ടത്. മൂവാറ്റുപുഴയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ല എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. വി ഡി സതീശന്റെ ഫോട്ടോയും പോസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് ഇക്കുറി പോസ്റ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിൽ ഇന്നലെ രാത്രിയാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. എന്നാൽ രാവിലെ തന്നെ പോസ്റ്റർ നീക്കം ചെയ്ത നിലയിലാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ കിഴക്കേക്കര മണിയംകുളം ജംഗ്ഷനിൽ വി ഡി സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ പോസ്റ്ററായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതും ഉടൻ തന്നെ നീക്കം ചെയ്ത നിലയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.